ആദർശ് നെറ്റ് പരീക്ഷ എഴുതി കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ ഇപ്പോൾ നെറ്റ് പരീക്ഷ റദ്ദാക്കിയ വിവരം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കി, ആ ഉത്തരവ് പുറത്തിറക്കി. അപ്പോൾ നീറ്റിന് പിന്നാലെ നെറ്റും നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം നിരാശയുണ്ടാക്കുന്നതാണ് ഈ തീരുമാനം? ഈ ഏജൻസിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരാൾ നെറ്റ് എക്സാം എഴുതുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പരീക്ഷയിലേക്ക് യോഗ്യത നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് യോഗ്യത നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമായിട്ടും. അതുകൂടാതെ ഈ വർഷം മുതൽ PhDക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കൂടി നെറ്റിന് യോഗ്യത നേടിയിരിക്കണം എന്നുള്ള ഒരു പ്രത്യേക നിയമം കൂടി ഈ വർഷം മുതൽ വരികയുണ്ടായി. അത്തരത്തിൽ PhDക്ക് കയറാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളെ ഒരേപോലെ ബാധിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ 100 കിലോമീറ്റർ വരെ യാത്ര ചെയ്തിട്ടാണ് ഓരോ കുട്ടികളും ഒരു ദിവസം എക്സാം എഴുതാനായിട്ട് പോകുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഫേസ് ചെയ്ത് മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇതിനുവേണ്ടി പഠിക്കുന്നതും അവരുടെ മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് പല വിദ്യാർത്ഥികളും വരുന്നത്. അപ്പോൾ അങ്ങനെ എത്തിയിട്ട് ഒരു എക്സാം എഴുതുകയും പലരും പ്രതീക്ഷയോടുകൂടി ഇത്തവണയെങ്കിലും നെറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ JRF ക്രാക്ക് ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്ന് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ പേപ്പർ ഓൾറെഡി ലീക്കായിരുന്നു, കുറച്ച് പേർക്കൊക്കെ അത് മുൻകൂട്ടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ എക്സാം മാറ്റി വയ്ക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നൊരു മാനസിക സംഘർഷമുണ്ട്. ഇവരിനി ആദ്യം മുതൽ ഒന്നേന്ന് പരീക്ഷയ്ക്ക് പഠിച്ച് അത് വീണ്ടും അടുത്ത തവണ ആ പരീക്ഷ എഴുതി അതിന് ക്ലിയർ ആവുന്നത് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പം PhDക്കൊക്കെ അഡ്മിഷൻ എടുക്കാനായി കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അടുത്ത തവണ ഈ നെറ്റ് എക്സാം നടന്നതിന് ശേഷം അവർ വീണ്ടും അപ്പിയർ ചെയ്ത് അതിന് നല്ല മാർക്ക് വാങ്ങി അതിനുശേഷം അവർക്ക് ഏതെങ്കിലും കോളേജിൽ PhD വിളിക്കുകയാണെങ്കിൽ അങ്ങനെ കയറേണ്ട സാഹചര്യം വരികയാണ്. അപ്പോൾ ഇതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രണ്ട്, ഈ സംവിധാനത്തിന് മേലുള്ള വിശ്വാസത്തിൽ വളരെ ശക്തമായി ഈ രാജ്യത്തെ യുവാവ് എന്നുള്ള നിലയിൽ യുവാക്കളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ രാജ്യം അതിൻ്റെ 45 വർഷത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തൊഴിലേക്കുള്ള ആക്സസിൽ ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് നടക്കുമ്പോൾ എവിടെയാണ് ഫെയർ ആയിട്ടുള്ളൊരു സംവിധാനമുള്ളത് എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ അടുത്ത് നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയാത്ത ഫെയർനെസ് എന്ന് പറയുന്ന രാജ്യമാണ്. ഒരു രാജ്യം എന്നുള്ള രീതിയിൽ തന്നെ ഫെയർനെസ് ഇല്ലാതാവുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അഗ്നിവീർ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് പട്ടാളത്തിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന യുവാക്കളെ അവരെ തളർത്തിക്കളയാണ്. അപ്പോൾ അതൊരു വശത്ത് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്ന് കരുതിയാൽ അവിടെ നടക്കുന്ന എന്താണ് ഹോഴ്സ് ട്രേഡിംഗ് പോലെയുള്ള കാര്യങ്ങളാണ്. അവിടെ നിങ്ങൾ വോട്ട് ചെയ്ത പാർട്ടി ആയിരിക്കില്ല മിക്കപ്പോഴും അധികാരത്തിൽ വരുന്നത്. അങ്ങനെ വലിയ സംഭവങ്ങൾ അവിടെ നടക്കുകയാണ്. ചണ്ഡീഗഡ് മേയർ പോളിൽ ഇലക്ഷൻ ബാലറ്റുകൾ തന്നെ തള്ളിക്കളയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എവിടെ നോക്കിയാലും അൺഫെയർ ആയിട്ടുള്ള സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യത്തിൽ ഈ രാജ്യത്തെ യുവാക്കൾക്ക് എന്താണ് പ്രതീക്ഷ എന്നുള്ള ചോദ്യം വളരെ വരുന്നുണ്ട്. നെറ്റിൻ്റെ കാര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് മുമ്പ് ഓഫ്ലൈനായിട്ടല്ലായിരുന്നു ഈ എക്സാം നടന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഓൺലൈനായിട്ട് നടന്നൊരു എക്സാമിനെ ഈ വർഷം ഓഫ്ലൈനായി മാറ്റുകയായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷമാണ് ഈ പേപ്പർ ലീക്ക് പോലുള്ള കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതും കൂടി നാം ആലോചിക്കേണ്ടത്. Debate with Smriti Parthikad.